ഈ കല്ല് വെച്ചു അതുപോലെ തന്നെ നമ്മളെ സ്റ്റീൽ ബോളില്ലേ അത് വെച്ചിട്ടു നമുക്ക് ഈ ഏട്ടൻ്റെ മേലുള്ള ഈ ഒരു സംഭവമല്ലേ എന്താ ഒരു തോല് പോലത്തെ സാധനം അത് നല്ലോണം ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് മുറിച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് നല്ലോണം ഉരച്ച് കൊടുത്താലും അങ്ങനെയും പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ഏട്ട ഇവിടെ എടുത്തിട്ടുണ്ട്, 2 അല്ല 3 ഉണ്ട് കേട്ടോ, ഒന്ന് അപ്പുറമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കാൻ പോകുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഏട്ട ക്ലീനാക്കി കാണിച്ചു തരാം എങ്ങനെ ഞാൻ ക്ലീനാക്കലെന്ന്. ആദ്യം നമ്മൾ ഈ സൈഡ് ഭാഗത്തുള്ള ഈ മുള്ളുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കത്രിക എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കത്രികേൻ്റെ ആ ഒരു കുളത്ത് പോലത്തെ ആ ഭാഗമില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മുള്ള് ഒടിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒടിക്കാൻ കഴിയും ഒരു ഭാഗത്ത് വെച്ചിട്ട്. കത്രിക ലേശം ലൂസായിരുന്നു കേട്ടോ, അതിൻ്റെ സ്ക്രൂ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലത്തെ കുളത്തില്ലേ ആ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ നല്ലോണം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തുള്ള മുള്ളും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കല്ല് വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഒരുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലുള്ള കറുത്ത ഈ ഒരു തൊലിയില്ലേ അതിങ്ങനെ ഇളകി വരും കേട്ടോ. വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് ഇതിലെളുപ്പമാണ് സ്റ്റീൽ ബോൾ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കൽ. ഞാനൊരു കഷ്ണം സ്റ്റീൽ ബോൾ കൊണ്ടു ഇതേപോലെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. കരിങ്കല്ലാണ് ഞാൻ എടുത്തത്, സാധാ എന്താ നമ്മൾ കരിങ്കല്ലില്ലേ അത് വെച്ചിട്ട് ഏകദേശം ഒരു ഒരയുള്ള കരിങ്കല്ലാണ് എടുത്തത്. കരിങ്കല്ലിൻ്റെ ചെറിയ കുഞ്ഞി കഷ്ണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വെള്ളം എടുത്ത് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അതിലിങ്ങനെ മുക്കി മുക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒരച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടും. എല്ലാ ഭാഗത്തും ഇതേപോലെ നല്ലോണം ഉരച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാനിത് ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നല്ലോണം കല്ലുപ്പിട്ടിട്ട് നല്ലോണം എന്താ നമ്മൾ ചട്ടിയില്ലേ മൺചട്ടിയില്ലേ അതിലിട്ട് നല്ലോണം ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഇതാ നല്ലോണം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, മുഴുവനും ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റാണ് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 3 ഏട്ടയും ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു വെള്ളം കൊണ്ടുപോയി കളയട്ടെ. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ഒരു മൂക്ക് ഭാഗം ഒന്ന് ചെത്തി കൊടുക്കുക. അതിൻ്റെ ആ ഭാഗത്തൊരു മീശ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ മൂക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചെളുക്ക ഭാഗത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പൂവും കാര്യങ്ങളൊക്കെ ആ സമയം തന്നെ നമുക്ക് ഈ കത്രിക വെച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കത്രിക ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആ ഒരു വലിയ കത്തി രസം നല്ല മൂർച്ചുള്ളതാണ്, അത് വെച്ചിട്ട് ഞാൻ വേഗം കട്ടാക്കി എടുക്കലുണ്ട് കേട്ടോ. ഇനി വയറിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ കത്തി എടുത്തിട്ട് നമ്മൾ ഈ ഒരു കത്തിയില്ലേ അതെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കുടലും വേസ്റ്റൊക്കെ നന്നായിട്ട് ഒഴിവാക്കി കൊടുക്കണം. വേസ്റ്റ് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ തലഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തലഭാഗത്ത് ലേശം ഒരു ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതേപോലെ കത്തി കൊണ്ട് കൊത്തി കൊത്തി ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് പീസ് ആക്കി കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ച് എത്രയാണോ വലിപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കട്ടാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഏട്ടയും ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇതേപോലെ മറ്റേ ഏട്ടയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാല് ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കൂടെ ലൈക്കും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.